ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ എന്റെ മോന് മാത്രം ഇങ്ങനൊരു ജീവിതം? ഇതിലും നല്ലത് അവനൊരു ജീവിതം ഇല്ലായിരിക്കുന്നത് തന്നെ. നിനക്കും മതിയായില്ലടാ. നിനക്കും മതിയായില്ലടാ ചേറ്റേ. കഴിയാറായോ മോളെ? പകുതിയാകുന്നേ ഉള്ളൂ അച്ഛാ. എന്തായാലും ഈ ഫോട്ടോ വരപ്പ് നന്നായി. സമയാകുമ്പം ഓടി കിടക്കണ്ടല്ലോ. ഒരു മാല വാങ്ങി അതിന്റെ പുറത്തേക്ക് കിട്ടാൻ മതിയല്ലോ. അച്ഛാ, ദേ ഇങ്ങനെയുള്ള തമാശയൊന്നും നൂറിന് ഇഷ്ടമല്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നേ? ഒരു പുരുഷായുസിൽ അനുഭവിച്ചു തീർക്കേണ്ട ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ച് തീർത്തിട്ട് നിൽക്കല്ലേ മോളെ ഞാൻ. ഇനി എനിക്ക് തരാൻ ഭഗവാന്റെ കൈ പോലും ഒന്നുമില്ല. കാരണേ ഇനി തരണമെങ്കിൽ ഇതുവരെ അനുഭവിച്ചെന്റെ മോളിൽ തരണ്ടേ. അത് കാണത്തില്ല. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചതാ. അതൊക്കെ ശരി. ഇനി വരാൻ പോകുന്ന നല്ല കാലങ്ങളെ സങ്കല്പിച്ചോണ്ട് അല്പനേരം ഒന്ന് ഇരിക്കാവോ? എനിക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഫേസാ വേണ്ടത്. അത് കിട്ടാൻ പ്രയാസമാ. എന്നാലും ഞാൻ ശ്രമിക്കാം. ആ, ഇതൊക്കെയാണ്. അല്ല, ഈ ഇരിപ്പിത്തിരി കട്ടിയാ കേട്ടോ. എന്നാലും മോളൊരു സന്തോഷമല്ലേ, ഞാനതങ്ങ് സഹിച്ച്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പറയാൻ കേട്ടോ. ഞാൻ വരച്ചോണ്ടത് കേൾക്കുകയും ചെയ്യാം. എന്തോ പറയാനാ? സന്തോഷം തരുന്ന ഒന്നും തന്നെ പറയാനില്ലാത്തവന് എന്നും നഷ്ടക്കണക്കുകളിലെ നിരത്താൻ പറ്റൂ. പിന്നെയും തുടങ്ങി. ആര് പറഞ്ഞു സന്തോഷം നൽകുന്നതെന്നും പറയാനില്ലെന്ന്? വിഷ്ണുവേട്ടന്റെയും ശാലിനി ചേച്ചിയുടെയും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ ഒന്നും പറയാൻ പാടില്ലേ? അത് സന്തോഷം തരുന്നല്ലേ? ആ പറയുമ്പോ ഉള്ള സന്തോഷേ അവർക്കും കിട്ടിയിട്ടുള്ളൂ. കാരണേ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവര് അകന്നാർന്ന് നിന്നിരുന്നതേ. എന്നാലും കാണുമല്ലോ എല്ലാ കഥകളിലും ഉള്ള പോലെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. ധീരനായിരുന്നു എന്റെ മോൻ. പൗരുഷത്തിന്റെ പ്രതീകം. വിഷ്ണു എന്ന പേര് അവൻ അറിഞ്ഞിട്ടതുപോലെ തന്നെയായിരുന്നു എന്റെ പ്രവൃത്തികളും. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ. പക്ഷേ ജീവിതം മാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ അവൻ അറിഞ്ഞില്ല. ശാലിനി അവള് പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഒപ്പം നല്ലൊരു പാചകക്കാരിയും. ശാലിനിയുടെ അമ്മ ശാരദയുടെ കൈപുണ്യം അറിഞ്ഞു കിട്ടിയ ശാരദയുടെ പുണ്യം അതായിരുന്നു ശാലിനി. പക്ഷേ ആ ഇഷ്ടവും ആ സ്നേഹവും അവരെ രണ്ടുപേരെയും കൊണ്ട് എത്തിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളിലേക്കായിരുന്നു. എല്ലാവർക്കും വിവാഹത്തിന്റെ ആദ്യ നാളുകളെന്ന് പറയുന്നത് സന്തോഷം നിറഞ്ഞായിരിക്കുമല്ലോ. പക്ഷേ എന്റെ മോൻ വിഷ്ണുവിന്റെ ജീവിതം അന്നു മുതൽ ഇന്നു വരെ കണ്ണുനീരിന്റെ ഉപ്പ് രുചിച്ചാണ് അവന്റെ കുടുംബജീവിതം തള്ളി നീക്കിയത്. സ്വസ്ഥത അതെന്താണെന്ന്
എന്റെ മോൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ എന്റെ മോന് മാത്രം ഇങ്ങനൊരു ജീവിതം? ഇതിലും നല്ലത് അവനൊരു ജീവിതം ഇല്ലായിരിക്കുന്നത് തന്നെ. മോളുടെ പടംവരം മുടങ്ങിയല്ലേ, അതാ മോളെ. വിഷ്ണുവിന്റെ ജീവിതം പറഞ്ഞു തുടങ്ങിയ നമ്മള് കരയും. പറയാതിരുന്നാലോ അത് മനസ്സിന്റെ അകത്തിട്ടിരുന്ന് വീങ്ങും. ഇന്നിപ്പോ അതെല്ലാം മോളായിട്ട് പുറത്തെടുത്തപ്പോ ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നു. അതെ മോളെ, നമുക്ക് ഇനി പിന്നെ ദിവസം ഈ ചിത്രം പൂർത്തിയാക്കാം. അത് അധികം അങ്ങോട്ട് പോകണ്ട. പോയാൽ ചിലപ്പോ അത് പൂർത്തിയാക്കാൻ പറ്റിയെന്ന് വരില്ല. വിഷ്ണുവിന്റെ ജീവിതം അവനായിട്ട് തന്നെ നശിപ്പിച്ചതാ, അവന്റെ പിടിപ്പുകേട്. അങ്ങനെ ഞാൻ അവന്റെ കാര്യത്തിൽ പറയൂ. ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം എന്റെ കുഞ്ഞിനുണ്ടാവണം. അതുണ്ടാവും, ഉണ്ടാവും. കേറി നോക്കണോ? നോക്കടാ കയറി. എന്താ അവൻ എന്താ? എന്താ എന്താ നിങ്ങളെ കാണിക്കുന്നത്? എന്താന്നാ ചോദിച്ചത്? അവനവിടെ വിഷ്ണു അവനിവിടെ ഇല്ല. ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പറയാനാണല്ലോ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. അല്ല, നിങ്ങൾ ഒറ്റ ഒരുത്തനാ അവനെ ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്. വന്ന് അവനിപ്പോ പോലീസിന്റെ നെഞ്ചത്തേക്കാ കയറ്റം. ACBയുടെ തോക്കും തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. പോയി നോക്കണോ ഏതെങ്കിലും പത്തായത്തിലോ കട്ടിലടിയിലോ ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ നന്നായി പെരുമാറിയിട്ട് വേണം വാരിക്കെട്ടി പുറത്തോട്ട് കൊണ്ടുവരാൻ.